യാ അല്ലാ, എൻ്റെ ഉപ്പാനെ എല്ലാവരും സഹായിക്കാം. ഇപ്പം അല്ലാണ്ട് വേറെ ആരും നമുക്കില്ല. എല്ലാവരും സഹായിക്കാം. എൻ്റെ ഉപ്പാനെ സങ്കടം കാണാൻ കഴിയില്ല. നമുക്ക് വേറെ ആരുമില്ല. ഉപ്പില്ലാണ്ടായാലും നമുക്ക് വേറെ ആരുമില്ല. നമുക്ക് സങ്കടം ആരും കാണാതെ പോകട്ടെ. നമ്മളെ ഉപ്പൊക്കെ സംഭവിച്ച നമ്മളെത്തിയുമായി കൊണ്ടിട്ടപ്പോൾ നമ്മുടെ ഉപ്പല്ലാണ് നമുക്ക് വേറെ ആരുമില്ല. നമ്മളെ ഉപ്പൊക്കെ നമുക്കറിയുമ്പോൾ ഉപ്പൊക്കൊന്നും സഹായിക്കും. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഡ്രൈവർ തൊഴിലാളിയായ നജ്മുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഡ്രൈവർ ജോലി ചെയ്ത് നല്ല രീതിയിൽ കുടുംബം പുലർത്തി മുന്നോട്ട് പോയ നജ്മുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് കിഡ്നി രോഗം പിടിപെട്ട് വല്ലാത്തൊരു ദയനീയമായ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മാക്സിമം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഞരവുകളൊക്കെ ബ്ലോക്കായി ഇനി ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി കിഡ്നി മാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവുമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ സങ്കടകരമായ വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ഏകദേശം 35 ലക്ഷം രൂപയോളം നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കൽ സർജറി നടന്നില്ലെങ്കിൽ ആരോഗ്യനില വളരെയധികം വഷളായി പിന്നീട് കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി മാറുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന വളരെയധികം സങ്കടത്തിലുള്ള ഈ കുടുംബത്തിന് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകം മുഴുവനുമുള്ള നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ ഓരോ മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. എന്റെ വീഡിയോ കാണുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ കുറച്ചു കാലം പ്രവാസ ലോകത്തായിരുന്നു. അവിടുന്ന് രോഗം പിടിപെട്ടതിന് ശേഷം നാട്ടിലേക്ക് വന്നത്. എല്ലാവരും സഹായിക്കണം. ഈ മോള് പറയുന്നത് ഞങ്ങളുടെ ഉപ്പ ഇല്ലാതായാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ഞങ്ങൾ അനാഥരായി പോകും, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരിലുമാണ്. എനിക്ക് എന്റെ മക്കൾക്കും കേരളാതെ വേറെ ആരുമില്ല. ഡ്രൈവർ ജോലി ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു. നിത്യവൃത്തിക്ക് പോലും ഇപ്പോൾ യാതൊരു മാർഗവും ഇല്ലാത്ത വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. ഡയാലിസിസിന് പോലും നാട്ടുകാരിലുള്ള സൗഹൃദങ്ങൾ സഹായിച്ചും ആണ് മുന്നോട്ട് പോകുന്നത്. ചില സമയങ്ങളിലൊക്കെ ആഹാരത്തിന് പോലും യാതൊരു അവസ്ഥയുമില്ലാത്തൊരു സാഹചര്യമാണ്. പല രീതിയിലുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സഹായ അഭ്യർത്ഥനയായി വന്ന ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകില്ലേ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു നാട് മുഴുവൻ ഈ നജ്മുദ്ദീൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയൊരു ദൗത്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു യുവ സുഹൃത്ത് നജ്മുദ്ദീൻ കിഡ്നി സംബന്ധമായ ഗുരുതരാവസ്ഥയിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഒരു നാട് മുഴുവൻ ജാതി മതഭേദമന്യേ നടുവിൽ പ്രദേശത്തുള്ള ജനങ്ങൾ എല്ലാവരും കൂട്ടായി ക്ഷണിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അമർഷാൻ ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട അമർഷാന്റെ നേതൃത്വത്തിലൂടെ വന്നിട്ടുള്ളത് ഈ ഗ്രാമവാസിയായ നജ്മുദ്ദീൻ എന്ന സഹോദരൻ 2 കിഡ്നികളും തകരാറിലായി ദീർഘകാലമായി ചികിത്സയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിർധനനാണ്. അന്നൊന്ന് അധ്വാനിച്ച് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഡയാലിസിസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള ഒരു പോംവഴി. അത് മാത്രമാണ്. ഏകദേശം 35 ലക്ഷത്തോളം തുക ചിലവരുന്ന ഭീമമായ ഒരു ചികിത്സയാണ് മുമ്പിലുള്ളത്. അത് മാത്രമാണ് ഒരു പോംവഴി. അതിലേക്ക് എല്ലാവരുടെയും നാട്ടുകാർ മുഴുവൻ ഒരുമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിലേക്ക് നമുക്കറിയാം ഒരുപാട് പേരുടെ ഉദാരമായ സംഭാവനകളാണ് നമ്മുടെ നാടിൻ്റെ കേരളക്കരയെ വേറിട്ട് നിർത്തുന്നത്. ഇത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന്
അഭ്യർത്ഥിക്കുന്നു. നാടൊരുമിച്ച് അതിനു വേണ്ടിയിട്ടാണ്. നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, സഹകരിച്ചവർക്ക്, കൂടിയവർക്കും ഒക്കെ ലോകരക്ഷിതാവർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ നജ്മുദ്ദീൻ എന്ന് പറയുന്ന ആ സഹോദരൻ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും തകരാറിലായി ചികിത്സയിലാണ്. ഈ നാളിത് വരെ കാരുണ്യമതികളായ കുറേ ആളുകളുടെ സഹായത്താലാണ് ആ ചികിത്സ തുറന്നു വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കേണ്ട ആ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അവർ ചികിത്സയ്ക്ക് ആവശ്യമായ തുക ഭീമമായ തുകയാണ്. അതിനാവശ്യമായ സഹായം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നജ്മുദ്ദീൻ ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിങ്ങൾ പരമാവധി എല്ലാവരുടെയും എത്തിച്ചുകൊണ്ട് ഇതിനാവശ്യമായ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.